ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റിൻ്റെയൊക്കെ കവർ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മുറിച്ച് പീസാക്കി എടുക്കുക. ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫോണിൻ്റെയൊക്കെ ഫോൺ ചാർജർ ചെയ്യുന്ന ആ വയറൊക്കെ അതായത് ഇതേപോലെ നമുക്ക് ആക്കി ബാഗിനകത്തൊക്കെ സൂക്ഷിച്ച് നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം 2ഉം 3ഉം ഒക്കെ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ ചാർജർ നമുക്ക് ഇതേപോലെ ഒന്നിനോടൊന്ന് കുരുങ്ങാതെ നമുക്ക് ഓരോ ഇതായിട്ട് മടക്കി ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കും. ബാഗിനകത്തൊക്കെ ആണെങ്കിലും അതേപോലെ സ്റ്റാൻഡിലൊക്കെ ആണെങ്കിലും നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി വയ്ക്കാം. പേസ്റ്റിൻ്റെ കവർ ഇതേപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്കത് ഇതേപോലെ ചാർജർ ഒരു സൈഡ് അതിൻ്റെ ആ വയറ് ചുറ്റിയെടുത്തിട്ട് വേണേലും നമുക്ക് അതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് ഒതുങ്ങിയിരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ കുപ്പിയുടെയൊക്കെ മൂടി വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ അടപ്പുകൾ. അപ്പോൾ അത് ഇതേപോലെ മീൻ മുറിച്ചെടുക്കാം. അപ്പോൾ അത് ഇതേപോലെ മത്തി ഒക്കെ ചെതമ്പൽ കളയാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എവിടെയും തെറിക്കാതെ അതേപോലെ കൈ മുറിയുന്ന പേടിക്കാതെ കുട്ടികളുടെ കയ്യിലാണെങ്കിലും നമുക്ക് ഇതേപോലെ കൊടുക്കാം വൃത്തിയാക്കാൻ. അപ്പോൾ ആ ചെതമ്പൽ എവിടെയും തെറിക്കത്തില്ല കേട്ടോ, ആ മൂടിക്കകത്തോട്ട് തങ്ങും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കി കൊടുക്കുമ്പോൾ തന്നെ ചെതമ്പൽ വെള്ളത്തിനകത്തോട്ട് ആവുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് ചെതമ്പൽ കളഞ്ഞെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. കുട്ടികളുടെ കയ്യിലാണെങ്കിലും നമുക്ക് ഇതേപോലെ മത്തിയൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അടപ്പ് കൈ കൊടുത്താൽ അവർ നല്ല വൃത്തിയാക്കി ഇതേപോലെ ആക്കി തരും. കണ്ടോ, ചെറിയ ഉണ്ടോ, അതിനകത്തോട്ട് ചെതമ്പലെല്ലാം ആ അടപ്പിനകത്തോട്ട് കയറിക്കോളും. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ അടപ്പിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കിച്ചൺ ടൈലിനകത്ത് ഇതേപോലെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടവലൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കൈയൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ബലത്ത് തന്നെ ഇരുന്നോളം ഊരി പോവില്ല. കണ്ടോ, അപ്പോൾ ഇതേപോലെയൊക്കെ കൈ തുടയ്ക്കാനൊക്കെ ടവലൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ, എത്ര നമ്മൾ അതങ്ങ് പിടിച്ച് കുലുക്കിയാൽ പോലും അത് ഊരിപ്പോവില്ല. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതേപോലെ കഥകൊക്കെ കാറ്റത്ത് അടഞ്ഞു പോകും, അതുപോലെ കുട്ടികൾ അടച്ച് കളിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നമ്മുടെ ടൈലിനകത്തോട്ട് അടപ്പ് കണ്ടോ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് അടപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഥക് കാറ്റത്ത് അടഞ്ഞു പോവില്ല, അതുപോലെ കുട്ടികൾ അടച്ച് കളിക്കില്ല. അപ്പോൾ ഇതും വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഒരുപാട് ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ ഭിത്തിയിൽ കതക് വന്ന് ബാക്കിൽ അടിച്ചടിച്ച് ഭിത്തിയുടെ അവിടെ പാകം പൊട്ടുന്നെങ്കിൽ ഇതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് അടപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, അതിനകത്തോട്ട് വന്ന് തട്ടിക്കോളും, അതിൽ ഭിത്തിയൊന്നും പൊട്ടിപ്പോവില്ല. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മൾ കറിയോ പാലോ ഒക്കെ വെച്ച് തിളച്ച് പോകുമ്പോൾ നമുക്ക് എപ്പോഴും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പ് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ അടപ്പ്, അപ്പോൾ ബ്ലാക്ക് അടപ്പാണെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിന് വൃത്തികേടില്ല, നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പം 4 ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അടപ്പ്. എന്നിട്ട് നമ്മൾ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഗ്യാസ് അടുപ്പ് ഫുള്ളായിട്ട് വൃത്തിയാക്കാനായിട്ട് പറ്റും. അതുപോലെ 4 കാലിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നീക്കി നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ചില മിക്സികളൊക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ ഇതേപോലെ പുഷ് ഉള്ളതുകൊണ്ട് നമുക്ക് നീക്കിയെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ കറിയൊക്കെ അരപ്പൊക്കെ അരച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ വൃത്തിയാക്കണമെങ്കിൽ അടപ്പ് ഇതേപോലെ അതിൻ്റെ കാൽഭാഗത്തായിട്ട് ഇതേപോലെ ഓരോ അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊക്കെ നീക്കി വൃത്തിയാക്കാനൊക്കെ വളരെ ഈസിയാണ്. കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി, കാരണം എപ്പോഴും നമ്മളതിനകത്ത് അരി ആട്ടുകയും കറി ആട്ടുകയൊക്കെ ചെയ്യുന്നതിൽ അപ്പം അത് പൊങ്ങി മിക്സിയിൽ നിന്നൊക്കെ തെറിച്ച് പോകാനൊക്കെ അരപ്പൊക്കെ വീണിട്ട് വൃത്തികേടൊക്കെ ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ് ഇതേപോലെ കണ്ടോ, നമ്മൾ ഒരടപ്പ് നമ്മുടെ ഭിത്തിയിലോ കിച്ചണിലോ ഒക്കെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. താക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വള്ളി കെട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയും പല സ്ഥലത്ത് കിടന്ന് തിരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും കേട്ടോ. നമുക്ക് അതുപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഈ ഇതുപോലെ ചൂട അതൊക്കെ മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കഴുകുമ്പോഴത്തേന് കയ്യിലൊക്കെ അതിൻ്റെ നെയ്യും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് അരിപ്പൊടി നമ്മുടെ കയ്യിലിട്ടതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഒന്ന് തിരുമ്മി
കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അതേപോലെ ഉളുമ്പൽ എല്ലാം പോയിട്ട് കൈ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തടവി കൊടുത്താൽ ആ മീൻ മുറിച്ചെന്നേ പറയില്ല കേട്ടോ, മീൻ വൃത്തിയാക്കിയതാണെന്നേ പറയില്ല, അത്ര ഒരു സ്മെല്ലും കാണില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചീനി കപ്പയെന്നൊക്കെ പറയും. അപ്പം ഇതേപോലെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ മുറിച്ചിട്ട് വെള്ളത്തിലാക്കി ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേന് കപ്പ നല്ല സോഫ്റ്റായിട്ടിരിക്കും, പക്ഷെ അത് കേടായതോ ഒന്നുമല്ല. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ഇതിൽ തന്നെ ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതേപോലെ ഇതേപോലെ വലുതായിട്ട് മുറിച്ചിട്ട് പീസാക്കി നമ്മൾ കഴുകരുത്, ഒട്ടും നനവില്ലാതെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല, മാസങ്ങളോളം നമുക്ക് അതേപോലെ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ, നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ നേരം അത് കഴുകി ആ ചുവടെല്ലാം മുറിച്ച് വൃത്തിയാക്കി എടുക്കുക. കാരണം വെള്ളം ഒട്ടും നനയാൻ പാടില്ല. നമ്മളത് ഇതേപോലെ ഒരു കവറിനകത്തോട്ടാക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി നമുക്ക് ഫ്രീസറിനകത്ത് വെച്ചാൽ എത്ര ദിവസം വേണേലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാം. അതുപോലെ എടുക്കുമ്പം ചെറിയൊരു സോഫ്റ്റ് കാണും, അപ്പോൾ അത് കേടായി എന്ന് പറഞ്ഞത് കളയരുത്. കാരണം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സാധാ വേവിച്ച് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ നമുക്ക് കപ്പയൊക്കെ കറി വെച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് വേണേൽ നമുക്ക് വെള്ളത്തിലിട്ട് വെള്ളം മുക്കി വെക്കത്തക്ക രീതിയിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഏതാണ്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കാം, ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.